കഠിനാധ്വാനം സമ്പത്തിനെ ആകർഷിക്കും എന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ചിന്തയെ നശിപ്പിച്ച് കളയുക. അത് സത്യമല്ല. എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, അതുപോലെയാണ് ലോകവും. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. മനുഷ്യർ തങ്ങളുടെ മിക്കവാറും എല്ലാ പദ്ധതികളും സൃഷ്ടിച്ചെടുക്കുന്ന പണിശാലയാണ് ഭാവന. പ്രചോദനം, ഇച്ഛ എന്നിവയ്ക്ക് ഇവിടെ ആകൃതി നൽകപ്പെടുന്നു. ഒരു രൂപമുണ്ടാകുന്നു. അത് മനസ്സിന്റെ ഭാവന എന്ന കഴിവിന്റെ സഹായത്തോടെ. ഒരാൾക്ക് ഭാവനയിൽ കാണാനാകുന്നതെന്തും അയാൾക്ക് സൃഷ്ടിക്കാം എന്നൊരു ചൊല്ലുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും തുടങ്ങുന്നത് ആശയങ്ങളിലൂടെയാണ്. ആശയങ്ങൾ ഭാവനയുടെ ഉൽപ്പന്നങ്ങളാണ്. കൃത്യമായ ലക്ഷ്യത്തിനോടൊപ്പം തീർച്ചയുള്ള പദ്ധതികളുമുണ്ടെങ്കിൽ ഒരാശയത്തെ ധനമാക്കി മാറ്റാനാകും. ചിന്തക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. മടിയുടെ അളവാണ് മനുഷ്യന്റെ ഭാവി നിശ്ചയിക്കുന്നത്. ബുദ്ധിയുടെ യഥാർത്ഥ ലക്ഷണം അറിവല്ല, ഭാവനയാണ്. ലക്ഷ്യങ്ങളാണ് നമ്മെ ആവേശത്തോടെ നിലനിർത്തുന്നത്. നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നതുപോലെ ജീവിക്കുക. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക. വർത്തമാനകാലത്ത് ജീവിക്കുക. നാളേക്കായി പ്രതീക്ഷിക്കുക. നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. മിക്ക ആശയങ്ങളും ജനിക്കുന്നത് ജീവനില്ലാതെയാണ്. അവയിലേക്ക് ജീവവായു നമ്മൾ കയറ്റണം. വ്യക്തമായ പദ്ധതികളോടെയും ഉടൻ പ്രവർത്തിച്ചും നമ്മളതിലേക്ക് ജീവവായു കയറ്റിവിടണം. ഒരു ആശയത്തെ താലോലിക്കേണ്ടത് അത് ജനിച്ച ഉടനെയാണ്. അപ്പോൾ അത് ജീവനോടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അതിന്റെ അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മിക്കവാറും ആശയങ്ങൾ പദ്ധതി ഇടലിന്റെയോ പ്രവൃത്തികളുടെയോ തലത്തിലെത്താതെ നശിപ്പിക്കപ്പെടുന്നത് വിമർശന ഭയം ഒന്നുകൊണ്ട് മാത്രമാണ്. ആഗ്രഹിക്കാനും പ്ലാൻ ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനും തയ്യാറല്ലാത്തവരുടെയും അവയെ അവഗണിക്കുന്നവരുടെയും കയ്യെത്തും ദൂരത്തുള്ള ഒന്നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യവും സമ്പത്തും. അനുകൂലമായ അവസരങ്ങൾ വന്നതുകൊണ്ടാണ് വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കുന്നതോ നേടിയെടുക്കുന്നതോ ആയ എല്ലാം തുടങ്ങുന്നത് ആഗ്രഹത്തിൽ നിന്നാണ്. ആ ആഗ്രഹത്തെ ഒരു യാത്രയിലുടനീളം നമ്മൾ കൊണ്ടുനടക്കുന്നു. ഭാവനയുടെ ഒരു പണിശാലയിലൂടെ അത് കടന്നു പോകുന്നു. അവിടെ വെച്ച് അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു.